അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 93-ാം ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ സമിഅനാ വഅസൈനാ വഅശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. ഖാലു ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യാട്ടോ. ലാമിൻ്റെ കൂടെ വൗമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണേ. സമിഅന ഐൻ കൽക്കല ലെറ്ററല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വഅസൈന വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. അതിൻ്റെ മഹ്റജ് വരുന്നത് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം. സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടി ആയതുകൊണ്ട് നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഉശ്രീബു വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഷീൻ കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. റോ കെസ്റയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഫീ ഖുലൂബിഹിം ഫഇൻ്റെ കൂടെ യാമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖുലൂബിഹിമുൽ ഇജ്ൽ ലാം കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ജീമ് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ബികുഫ്രിഹിം ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത്. ലൈറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. റോ കെസ്റ ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആക്കി കൊടുക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. ഇവിടെ വഖഫും വസ്ലും അനുവദനീയമാണ്. വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക. ഖുൽ ബിഅസ മാ യഅ്മുറുക്കും ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫിനെ തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹംസ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. യഅ്മുറുക്കും ബിഹ് ഹംസ കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. യഅ്മുറുക്കും എന്ന് പറഞ്ഞിട്ട് ഫുള്ളാക്കിയിട്ട് കൊടുക്കരുത് സുക്കൂന്. യഅ്മുറുക്കും റോ വൊമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. യഅ്മുറുക്കും ബിഹ് മീം സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള ബാം വന്നു. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇഖ്ഫാ ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനെ നമ്മൾ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഹാഇൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നിട്ടുണ്ട്. ഹ ഉ വമീറിൻ്റെ ഒരു നിയമമാണ് ഇവിടെ വരുന്നത്. ഹ ഉ വമീറിന് ശേഷം മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും വന്നു. അപ്പോൾ നമ്മൾ 4ഓ 5ഓ കൗണ്ട് വീതം നീട്ടിക്കൊടുക്കുക. മദ് സില ഉബറ. ഈമാനുക്കും ഇൻ കുന്തും മീമിൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണേ. മീം സാക്കിനയ്ക്ക് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസ വന്നു. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇൽഹാറാണ് വരുന്നത്. മീം സാക്കിനയെ ബ മീമും അല്ലാത്ത ഏതൊരക്ഷരം വന്നു കഴിഞ്ഞാലും വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം വീണ്ടും ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്, ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇൻ കുന്തും അതുപോലെ ഉച്ചരിക്കുക കേട്ടോ. മീം സാക്കിനയ്ക്ക് ശേഷം മീം വന്നു. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം. സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഓതി കൊടുക്കുക, മണിച്ചിട്ട് ഓതി കൊടുക്കുക കേട്ടോ. ഹംസ കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവസാനത്തിൽ മദ് ആരിൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2ഓ 4ഓ 6ഓ കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. قل إن كانت لكم الدار الآخرة عند الله
من دون الناس من دون الناس فتمنوا الموت إن كنتم صادقين قل إن كانت കാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാത്ത രൂപത്തിൽ ഉച്ചരിക്കുക കേട്ടോ. ത സുക്കൂനാവുമ്പോൾ കുറച്ച് എയർ പുറത്തോട്ട് പോണ സൗണ്ട് കൊടുക്കുക കേട്ടോ. ഉൽ ഇൻ കാനത്ത് അതുപോലെ സൗണ്ട് കൊടുക്കുക കേട്ടോ. കാനത്ത് ലക്കുമുദ്ദാർ ദാലിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. റോ വൊമ്മയാണ്. വൊമ്മയായാലും നമ്മൾ ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. റോ ഫതഹയാണ്. അതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തി ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. ഖാലിസതം മിൻ ദൂനിന്നാസ് ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കാൻ ശ്രദ്ധിക്കണേ. സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്തിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ത ഫതഹ് തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിനെ മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഒതുക്കിക്കൊടുക്കാൻ ശ്രദ്ധിക്കണേ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻ ദൂനിന്നാസ് അതുപോലെ നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കാതെ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഫതമന്നവുൽ മൗത്ത് ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. ത ലൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഫ മഖ്റജ് വരുന്നത് നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗവും ചേർന്നിട്ടാണ്. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ത മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ മുരടും ചേർന്നിട്ടാണ്. രണ്ടും ലൈറ്റ് ലെറ്റേഴ്സാണ്. ശ്രദ്ധിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ലാമ് കൽക്കല ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാവിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻകുന്തും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. വീണ്ടും നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാത്ത രൂപത്തിൽ ഓതി കൊടുക്കുക കേട്ടോ. സ്വാദിഖീൻ സ്വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. തഫ്ഹീം ചെയ്യുക. ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.